എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇംഗ്ലീഷ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗ്രാമറിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ പലർക്കും ഡൗട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും അതും കൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ക്യൂരിയോസിറ്റി ഈസ് എ ഗ്രേറ്റ് ട്രീറ്റ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ആൻസർ ഒന്ന് മൈൻഡിൽ പറഞ്ഞു നോക്കുക. അപ്പോൾ തെറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഡാഷ് ക്യൂരിയോസിറ്റി ഈസ് എ ഗ്രേറ്റ് ട്രീറ്റ് ആണ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ നോ ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ ഒന്നും നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലേ? കാരണം എന്താ? ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ഈ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ നമ്മൾ എയോ ആനോ എന്ന് പറയില്ല, അല്ലെ? ഒരു എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യില്ല, ശരിയല്ലേ? ആൻ ആപ്പിൾ എന്നൊക്കെ പറയാം, പക്ഷെ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് തന്നെ അതിന് മുമ്പിൽ നമ്മൾ എയോ ആനോ യൂസ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ ഒന്നും യൂസ് ചെയ്യേണ്ട, ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യേണ്ട എന്നുള്ളതാണ് നമ്മുടെ റൂൾ വരുന്നത് കേട്ടോ. അപ്പൊ നോ ആർട്ടിക്കിൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്യൂരിയോസിറ്റി ഈസ് എ ഗ്രേറ്റ് ട്രീറ്റ് ആണ്. അടുത്തത്, ദ റൈറ്റ് ബ്രദേഴ്സ് ഇൻവെന്റഡ് ഡാഷ് എയർപ്ലെയിൻ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദ റൈറ്റ് ബ്രദേഴ്സ് ഇൻവെന്റഡ് ഡാഷ് എയർപ്ലെയിൻ. ആൻസർ ഇൻവെന്റഡ് ദ എയർപ്ലെയിൻ ആണ്. ഓക്കെ, ഇൻവെന്റഡ്, അതേപോലെ തന്നെ ഡിസ്കവേർഡ്, ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ദ യൂസ് ചെയ്യും കേട്ടോ. ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റണ്ണിങ് ഡിയർ വാസ് ഷോട്ട് ബൈ മീ. ഇവിടെ റണ്ണിങ് എന്ന് പറയുന്നത് ജെറന്റ് ആണോ പാർട്ടിസിപ്പിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ, അല്ലേ? ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എല്ലാവർക്കും അറിയാലോ. വെർബിന്റെ തേർഡ് ഫോമിനെയാണ് നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാം. അപ്പോ റണ്ണിങ് ഡിയർ വാസ് ഷോട്ട് ബൈ മീ, ഇതിന്റെ ആൻസർ എന്തായിട്ടാണ് വരിക? വേഗം ആൻസർ പോരട്ടെ. ആൻസർ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ എന്താ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാല്? അതായത് നമ്മുടെ ING ഉള്ള ആൾക്കാരെ, അതായത് റണ്ണിങ്, സിംഗിങ്, ഡാൻസിങ്, അങ്ങനെയുള്ള ING ഉള്ള വെർബുകളെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്നല്ലെങ്കിൽ ജെറന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാം കേട്ടോ. പ്രസന്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, ഒരു ക്രിയ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, ഒരു ആക്ഷൻ നടക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്ക് അതിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ പറയാം. ഇപ്പൊ ഇവിടെ നോക്കിയേ, റണ്ണിങ് ഡിയർ ആണ്, ഓടിക്കൊണ്ടിരുന്ന മാനാണ്, അല്ലെ? അപ്പൊ ഒരു ക്രിയ ചെയ്യുന്ന ഒരു മാനാണ്, ശരിയല്ലേ? അപ്പൊ ഒരു ക്രിയ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെങ്ങനെയാ പറയാ? പാർട്ടിസിപ്പിൾ എന്നാണ് പറയാ. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ സപ്പോസ് ഞാൻ പറയാണ് ഡിയർ ഇസ്, അല്ലെങ്കിൽ വേണ്ട, ട്രെയിൻ ഇസ് മൂവിങ്. ട്രെയിൻ ഇസ് മൂവിങ്. ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവിടെ മൂവിങ് എന്ന് പറയുന്നതും പാർട്ടിസിപ്പിൾ തന്നെയാണ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഫ്രണ്ടിൽ വരുമ്പോൾ അത് ജെറന്റ് ആവണം എന്ന് നിർബന്ധമില്ല. അർത്ഥം മനസ്സിലാക്കിയിട്ട് ചെയ്യാം കേട്ടോ. റണ്ണിങ് ഡിയർ, ഓടിക്കൊണ്ടേയിരിക്കുന്ന മാൻ, അല്ലെ? അപ്പൊ ആക്ഷൻ ആയതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് പാർട്ടിസിപ്പിൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹി ലൈക്സ് റണ്ണിങ്. ഇവിടെ റണ്ണിങ് എന്താ? ഹി ലൈക്സ് റണ്ണിങ്. യെസ്, ഇവിടെ റണ്ണിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ജെറന്റ് ആണ്. കാരണം എന്താ? ഇവിടെ അവൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണെന്നാണോ പറഞ്ഞിട്ടുള്ളേ? അല്ല, അല്ലെ? ഒരു ആക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോ എന്താ? അത് ജെറന്റ് ആയിരിക്കും. ഒരു ആക്ഷൻ എന്നുള്ള രീതിയിൽ, ഒരു വെർബ് അല്ലെങ്കിൽ ഒരു ക്രിയ എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് നമ്മൾ അതിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് പറയാ. ഹി ലൈക്സ് റണ്ണിങ്, അവന് ഓട്ടം ഇഷ്ടമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഓടിക്കൊണ്ടേയിരിക്കുകയാണെന്നല്ല പറഞ്ഞിട്ടുള്ളത്, അല്ലെ? മനസ്സിലായോ? ജെറന്റും പാർട്ടിസിപ്പിളും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ടോപ്പിക് സെലക്ട് ചെയ്ത് പഠിക്കുക. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ജെറന്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റീവിലൊക്കെയാണ് എനിക്ക് മാർക്ക് പോണേന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ടോപ്പിക് കുറച്ചും കൂടെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. എന്നിട്ട് അടുത്ത പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അത് ശരിയാക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ, നമ്മുടെ സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് കൂടിയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഈ ക്രാഷ് കോഴ്സിലുള്ളത്. അപ്പൊ ഈ 3 സബ്ജക്ട്സും കൂടിയിട്ടുള്ള ക്രാഷ് കോഴ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 999 റുപ്പീസ് ആണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് സെഷനിൽ നോക്കിയാൽ മതി, ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്രൈയിങ് ഗീത റീച്ച്ഡ് ഫോർ എ ടിഷ്യൂ. വേഗം പറഞ്ഞോളൂ. ക്രൈയിങ് ഗീത റീച്ച്ഡ് ഫോർ എ ടിഷ്യൂ. എന്തായിരിക്കും ആൻസർ? കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഗീത എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെ? ഒരു ആക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ പറയുക അതിനെ? ഒരു ആക്ഷൻ, ഒരു ക്രിയ നടന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പാർട്ടിസിപ്പിൾ ആയിട്ട് പറയും അല്ലെ? എന്ത് പാർട്ടിസിപ്പിൾ ആ? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒന്നും അല്ല കേട്ടോ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെർബിന്റെ തേർഡ് ഫോം ആണ് ഗോ, വെന്റ്, ഗോൺ. ആ ഗോൺ ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. അപ്പൊ തെറ്റിക്കരുതേ. അടുത്ത് നോക്കാം. ഐ വുഡ് ലൈക്ക് ഡാഷ് സംതിങ് ഫോർ യു. ഐ വുഡ് ലൈക്ക്. ആൻസർ പറഞ്ഞോളൂ. എല്ലാവരും തന്നെ ആൻസർ പറഞ്ഞു നോക്കുക കേട്ടോ. തെറ്റുണ്ടെന്നുള്ളത് അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഐ വുഡ് ലൈക്ക് ടു കുക്ക് സംതിങ് ഫോർ യു. റീസൺ, വുഡ് ലൈക്കിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് 2+V1 ഫോം ഓഫ് ദി വെർബ് ആണ് കേട്ടോ. വുഡ് ലൈക്കിന് ശേഷം എന്താ യൂസ് ചെയ്യേണ്ടത്? 2+V1 ഫോം ഓഫ് ദി വെർബ്. അപ്പൊ ഐ വുഡ് ലൈക്ക് ടു കുക്ക് സംതിങ് ഫോർ യു എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കാം. ദേ ഡാഷ് സച്ച് ക്യാമ്പ്സ് ഫോർ ദ ലാസ്റ്റ് 5 years. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. നമ്മൾ സാധാരണ ഉണ്ടല്ലോ ഇവിടെ ലൈക്കിന് ശേഷം നമ്മൾ ജെറണ്ട് യൂസ് ചെയ്യും. ഐ ലൈക്ക് ഡാൻസിങ്, ഐ ലൈക്ക് സിംഗിങ് എന്നൊക്കെ നമ്മൾ പറയും. ലൈക്ക് ഡിസ്ലൈക്കിനൊക്കെ ശേഷം കേട്ടോ. വെർബിന്റെ കൂടെ ING ഫോം ആണ് യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ വുഡ് ലൈക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ 2+V1 ഫോം യൂസ് ചെയ്യാനുള്ള റീസൺ. ഓക്കെ, നെക്സ്റ്റ്. ദേ ഡാഷ് സച്ച് ക്യാമ്പ്സ് ഫോർ ദ ലാസ്റ്റ് 5 years. നമ്മുടെ ടെൻസിൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ടെൻസ് പഠിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. വേഗം ആൻസർ ചെയ്തോളൂ. ദേ ഡാഷ് സച്ച് ക്യാമ്പ്സ് ഫോർ ദ ലാസ്റ്റ് 5 years. ആൻസർ, ദേ ഹാവ് ബീൻ കണ്ടക്ടിങ് അല്ലെ സച്ച് ക്യാമ്പ്സ് ഫോർ ദി ലാസ്റ്റ് 5 years. കഴിഞ്ഞ 5 വർഷമായിട്ട് അവർ ഇതേപോലത്തെ ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അപ്പൊ പാസ്റ്റിൽ തുടങ്ങിയിട്ട് പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ഏതാ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ദേ ഹാവ് ബീൻ കണ്ടക്ടിങ് സച്ച് ക്യാമ്പ്സ് ഫോർ ദി ലാസ്റ്റ് 5 years. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ? അല്ലാതെ ലാസ്റ്റ് കണ്ടു എന്നും പറഞ്ഞിട്ട് ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള കണ്ടക്റ്റഡ് എഴുതി വെച്ചേക്കരുത്. അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഓക്കെ, കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ പറയുന്നതാണ്. സിൻസ് 4 ഒക്കെ വരുമ്പോൾ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യുക? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഐ മീൻ പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ. സിൻസ് 4 വരുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. ഇവിടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. തെറ്റിക്കുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് പഠിച്ചിട്ട് മുന്നോട്ട് വരിക. അടുത്ത് നോക്കാം. ഇറ്റ് വാസ് എ സ്റ്റീപ്പ് ഡാഷ് ഇൻ ടു ദ കേവ്. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള വേർഡ്സുകൾ, ഇതേപോലത്തെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ PSC ചോദിച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തൊക്കെ പഠിക്കുക. വേഗം ആൻസർ പറയാ. ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി ആണ്. ഡിസെന്റ് ആണ്. ഡിസെന്റ് എന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ, സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു ചെരിവുണ്ട് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചുള്ളത്. ആ കേവിലേക്ക് നല്ല സ്റ്റീപ്പ് ആയിട്ടുള്ള ആ ഒരു താഴ്ച അല്ലെങ്കിൽ ഒരു ചെരിവുണ്ട് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഡിസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടു കം ഡൗൺ അല്ലെ. ഡിസെൻഡിങ് ഓർഡർ, അസെൻഡിങ് ഓർഡർ ഒക്കെ നമുക്കറിയാം അല്ലെ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിന്ന് വലുതിലേക്ക് പോവുക. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വരിക. അപ്പൊ ടു കം ഡൗൺ ആണ് ഡിസെന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഡിസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടു ഡിസഗ്രി ആണ്. ഡിസഗ്രി ചെയ്യുക. ഓക്കെ, ഡിസഗ്രി ചെയ്യുന്നതിനെയാണ് ഡിസെന്റ് എന്ന് പറയുക കേട്ടോ. പിന്നെയുള്ളത് നമ്മുടെ ഡീസെന്റ് ആണ്. ഡീസെന്റ് അറിയാലോ അല്ലെ. വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള, ഡീസെന്റ് ആയിട്ടുള്ള എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഇട്ട് ഓപ്ഷൻ ഡി ആണ്. ഡിസെന്റ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോയ്സ് റാദർ ദാൻ ദി ഡ്രൈവർ ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ദി ആക്സിഡന്റ്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓക്കെ, റാദർ ദാൻ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ് നോക്കേണ്ടത്. നമ്മുടെ ആസ് വെൽ ആസ്, ടുഗെദർ വിത്ത്, അക്കംപനീഡ് ബൈ അതൊക്കെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റിനെ അല്ലേ നോക്കാറ്. അതേപോലെ തന്നെ റാദർ ദാൻ വരുമ്പോഴും നമ്മൾ എന്തിനെ നോക്കണ്ടേ? ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കുക. ദ ബോയ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് അല്ലെ. പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഏതാ യൂസ് ചെയ്യുക? പ്ലൂറൽ വെർബ് ആയിട്ടുള്ള വേർ ആണ് യൂസ് ചെയ്യുക. ദ ബോയ്സ് റാദർ ദാൻ ദി ഡ്രൈവർ വേർ റെസ്പോൺസിബിൾ ഫോർ ദി ആക്സിഡന്റ്. അപ്പൊ ചില വാക്കുകൾ നമ്മൾ ഇതേപോലെ പഠിക്കുമ്പോൾ വിട്ടു പോകാറുണ്ട് അല്ലെ. അതിൽ ഒന്നാണ് റാദർ ദാൻ. അതേപോലെ തന്നെ അൺലൈക്ക് ഒക്കെ വരുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കണം കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്തേക്കുക. അടുത്ത് നോക്കാം. സക്സസ് ഓഫൻ ഡിപ്പെൻഡ്സ് ഓൺ യുവർ എബിലിറ്റി ടു ഡാഷ് യുവർ സെൽഫ് ടു ചേഞ്ചിങ് സർക്കംസ്റ്റൻസസ്. പറഞ്ഞോളൂ. സക്സസ് ഓഫൻ ഡിപ്പെൻഡ്സ് ഓൺ യുവർ എബിലിറ്റി ടു ഡാഷ് യുവർ സെൽഫ് ടു ചേഞ്ചിങ് സർക്കംസ്റ്റൻസസ്. മാറിക്കൊണ്ടിരിക്കുന്ന സർക്കംസ്റ്റൻസസിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ
അഡാപ്റ്റ് ചെയ്യണം അല്ലേ? അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഓപ്റ്റ് ചെയ്യുക അല്ലേ? ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്തു എന്നൊക്കെ പറയില്ലേ? അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് ആണ്. ഓക്കെ, എക്സ്പേർട്ട്. അഡാപ്റ്റ് എന്ന് പറഞ്ഞാലോ അഡ്ജസ്റ്റ് ചെയ്യുക അല്ലേ? ഫ്ലെക്സിബിൾ ആവുക, അഡാപ്റ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ സക്സസ് ഓഫൺ ഡിപ്പെൻഡ്സ് ഓൺ യുവർ എബിലിറ്റി ടു അഡാപ്റ്റ് യുവർ സെൽഫ് ടു ചേഞ്ചിങ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നമ്മൾ എവിടെയാണ് വീക്ക് ആയിട്ടുള്ള, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. തീർച്ചയായിട്ടും അത് വെച്ച് മുന്നോട്ട് പോവുക. വീക്ക് ആയിട്ടുള്ള പോർഷൻസ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിയിട്ട് മുന്നോട്ട് വരിക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇതേപോലത്തെ സെഷൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ആപ്പിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ കമന്റ്സ് പിൻ ചെയ്തിട്ടുണ്ട്, നോക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.